ഇത് കൊടക്കല്ല് മണ്ണാണ്. ഇത് ഞാൻ ഒരു കിണർ കളിച്ചിട്ട് കൊടക്കല്ലെന്ന് കിണർ കളിച്ചിട്ട് അവരെനിക്ക് തന്നതാണ്. ഈ എല്ലാവരും പറയും കെമിക്കലാണെന്ന്. ഒരു കെമിക്കലും അല്ല. ഇവിടെ വരിക, ഞാൻ കാണിച്ചു തരാം. ഇങ്ങോട്ട് വരും. എന്താ എല്ലാവരും പറയുന്നത് കെമിക്കൽ തേക്കുകയാണ്. ഒന്നല്ല, ഇത് ഒറിജിനല് പറമ്പിലെ പൊടിമണ്ണാണ്. ഈ മണ്ണ് കൊണ്ടുവന്നിട്ട് വെള്ളത്തിലിട്ടുങ്ങാണ്ട് അതിൻ്റെ ഈ പൊടി മാത്രം എടുത്താണ് ഇത്. അതാ, ഇത് കെമിക്കൽ ഒന്നല്ല, ആ മണ്ണാണിത്. ഇതിപ്പോൾ കട്ട പിടിച്ചിട്ടാണ് ഉണങ്ങിയതായിരുന്നു. ഈ മണ്ണ് എടുത്തിട്ടാണ് ഈ ചട്ടിമ്മ തേക്കണ്. അത് തേക്കുമ്പോൾ അറിയാം ആ കളറ്. ഇതാ ഞാൻ കാണിച്ചു തരാം. ആ കളർ ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇതാ ഇത് കണ്ട, ആ കളർ തേക്കുമ്പോൾ കണ്ടില്ല കളറ് മാറുന്നു. ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ ചോക്കും. കഴിഞ്ഞ ദിവസമായി നമ്മൾ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, ചട്ടി ഉണ്ടാക്കുന്ന ഒരാളുടെ എന്നാണ്. അത് ഭയങ്കരമായിട്ട് വലിയ അത്യാവശ്യം നല്ല റീച്ചിൽ പോയി. അപ്പോൾ അതിൽ കുറേ ആൾക്കാരെ അതിൻ്റെ നമ്പർ, ആ വ്യക്തിൻ്റെ നമ്പറും ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഞാനിതാ തെരഞ്ഞിട്ട് ആളുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. ആൾ ചട്ടി ഉണ്ടാക്കുന്നത് ലൈവായിട്ട് കാണിച്ചത്. അതിൽ കുറേ ആളുകൾ ഇത് കെമിക്കൽ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്, അങ്ങനെ ഇങ്ങനെ കുറേ അപവാദങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നേരിട്ട് ആളോട് തന്നെ ചോദിച്ചറിയാം. ഹായ്. എൻ്റെ പേര് കുട്ടൻ. ഞാൻ വെങ്ങാലൂർ കാരത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. കോലുപ്പാലം എന്ന് പറഞ്ഞ സ്ഥലത്ത്. തിരൂരാണ്, മലപ്പുറം ജില്ലയിലാണ്. ഞാൻ ചെറുപ്പത്തിലൊരു 4ാം ക്ലാസ് മുതൽ പഠിത്തം തുടങ്ങിയ ആളാണ്. മലപ്പുറം ജില്ലയിൽ കൊടക്കലാണ് ഏറ്റവും നല്ല മണ്ണ് കിട്ടുന്നത്. ആ മണ്ണ് തന്നെയാണ് കൊണ്ടുവന്നിട്ട് ചട്ടി ഉണ്ടാക്കുന്നതും എല്ലാം. പിന്നെ കറുത്ത ചട്ടി ഉണ്ട്, നമ്മൾ മയക്കി കൊടുക്കുന്നുണ്ട്. മയക്കി കൊടുക്കുന്ന ചട്ടി ഇതാണ്. കുറച്ചേ ഉള്ളൂ, ഇപ്പം ഇല്ല, ഇപ്പം സ്റ്റോക്ക് ഇല്ല. ഇതിൽ കുറച്ച് ഇതൊക്കെ മയക്കിയതാണ്. ഇത് മയക്ക ചട്ടിയാണ്. ഇപ്പം സൂപ്പിനുള്ള ചെറുതായിരിക്കും. ഇതിപ്പോ ബിരിയാണി ബൗളാണ്. മിനുസപ്പെടുത്താനാണ് ഏറ്റവും കൂടുതൽ പണി. ഇതിനടി ഉണ്ടോ? ഇതിന് ഒരു കുഴപ്പമില്ല, അത് ബൗൾ തന്നെയാണ്. എല്ലാവർക്കും പിടിക്കാനൊന്നും ആവൂലത്. നല്ല എയിമുള്ള ആൾക്കാർക്ക് പിടിക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന ചായപാത്രമാണ്. പിടിയുള്ള ചായപാത്രം ഉണ്ടാക്കാൻ പോകുന്നത്. പാല് കാച്ചണ, ചായ ഉണ്ടാക്കുന്ന, അങ്ങനെ ചെറിയ കഞ്ഞിയൊക്കെ, കൊടിയേരി കഞ്ഞിയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ അങ്ങനത്തെ സാധനമാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. 4ാം ക്ലാസ് പഠിക്കുമ്പോൾ അച്ഛനെ പഠിപ്പിച്ചതാണ്. കുലത്തൊഴിൽ എന്ന് പറഞ്ഞ സംഭവമാണോ? അതെ, കുലത്തൊഴിൽ എന്ന് പറഞ്ഞാൽ ഇത് ഒറിജിനൽ കുലത്തൊഴിലാണ്. ഇതിപ്പോ ബംഗാളികൾ ഉണ്ടാക്കുന്നുണ്ട് ചെടിച്ചട്ടിയൊക്കെ. പക്ഷെ ഇങ്ങനത്തെ ചട്ടി ഉണ്ടാക്കാൻ അത് നല്ല എയിമന്നാവണം. കെമിക്കൽ ചേർത്ത മണ്ണൊന്നും തീയിലിടാൻ പറ്റൂല. ഇത് ഒറിജിനൽ തീയിലിട്ടുങ്ങാണ്ട് വേവിച്ചെടുക്കുന്നതാണ്. മറ്റേതുണ്ട് ഗ്യാസിലൊക്കെ വെച്ചുങ്ങാണ്ട് ആവിയൊക്കെ കൊള്ളിച്ച് വേവിച്ച്, അത് നമ്മളടുത്തില്ല. നമുക്കതിനെ പറ്റി അറിയില്ല. നമ്മൾ അന്ന് പണ്ട് പഠിച്ചതും ഇന്ന് പഠിച്ചതും ഇതാണ് നമ്മളെ ചായപാത്രം. ഇതിന് നമ്മളിപ്പോൾ ഒരു പിടിയൊക്കെ വെച്ച് കൊടുക്കണം. ഇത് പണി കഴിഞ്ഞിട്ടാണ് പിടി വെക്കല്. അടിയൊക്കെ റെഡി ആയതിന് ശേഷം. അളവൊക്കെ എങ്ങനെയാ? അളവ് നമുക്കത് നമ്മൾ പഠിച്ചത് ഒരു ഇതായി. അത് നമുക്കറിയാം. ഒരു ചട്ടി ഉണ്ടാക്കിയാൽ മതി. അപ്പൊ ആ ചട്ടി എല്ലാ അളവും ആ ചട്ടിമ കിട്ടും. മീൻകറി വെക്കുന്ന ചട്ടിയാണ്. ഈ ചട്ടിന് നമ്മൾ ഉണങ്ങിയതിന്റെ ശേഷം 2 കാത് പിടിപ്പിച്ചു. താഴെ അതിന് വേറെ പണിയുണ്ട്. അതിങ്ങി ഉണങ്ങണം. ഇങ്ങിതിന് 3 സ്റ്റെപ്പ് പണിന് വേറെ ഉണ്ട്. 2 കാത് വെക്കണം, പിന്നെ അത് കൊട്ടണം, പിന്നെ അത് മിനുസപ്പെടുത്തണം. ഇനി 3 സ്റ്റെപ്പ് അതിന് പണി വേറെ എടുക്കും. കുട്ടികൾക്ക് പൊടി വരക്കണ ചട്ടിയാട്ടാ. ചെറുതാണ് ഇത്. പല മോഡലും ഉണ്ട്, പല ഇതിലും ഉണ്ട്. ഞാൻ ഉണ്ടാക്കുന്ന മോഡൽ ഇതാണ്. ഗ്യാസിൽ വെച്ചാൽ പൊട്ടൂല. ഗ്യാസിൽ വെക്കുന്ന ചട്ടികൾ ഗ്യാസിൽ തന്നെ വെക്കുക, പിന്നെ വിറകിലേക്ക് മാറ്റാൻ പാടില്ല. അതാണ് ഈ പൊട്ടല്. അത് രണ്ടും 2 ചൂടാണ്. ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഒറ്റ ചൂടാടിയില്ലേ. മറ്റേന്ന് പറഞ്ഞാൽ കുറെ കേടും, പിന്നൊന്ന് ചൂടാവും, പിന്നെ കുറെ കേടും. അപ്പൊ അത് പറ്റില്ല. ഇന്നുണ്ടാക്കിയ നാളെയാണ് ഇതിന്റെ അടി ലെവലാക്കല്. ഒരു ചട്ടി ഉണ്ടാക്കാൻ എത്ര ദിവസത്തെ പണിയാണ്? ഒരു ചട്ടിയല്ല, നമ്മൾ ഒരു ദിവസം പണിയെടുക്കുന്നത് ഒരു 10-50 എണ്ണൊക്കെ എടുക്കും. 50 എണ്ണ ഇതേമാതിരി മുറിച്ചെക്കും. പിന്നെ അത് പിറ്റേന്ന് വൈകുന്നേരം ആകുമ്പോൾ പണി ചെയ്യും, അത് ക്ലിയർ ആക്കി. പിന്നെ സ്ത്രീകൾക്ക് ഇതിന്റെ പണിയുണ്ട്. ഇത് ചുവന്ന മണ്ണ് തേച്ച് അവർക്കത് വൃത്തിയാക്കണം. മിനുസപ്പെടുത്തലൊക്കെ സ്ത്രീകളെ പണിയാണ്. ചട്ടിയായിട്ട് മാറാൻ എത്ര സമയം എടുക്കും? എന്തായാലും 1 മാസം പിടിക്കും. ചട്ടികളിഞ്ഞ് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ 1 മാസം പിടിക്കും. കാരണം ഇത് ചൂളെടുത്ത് ഇത് ഉണങ്ങി ഇതൊക്കെ ലെവലാക്കി ചൂള വെച്ച്, ചൂള വെക്കുന്നത് ചിലപ്പോൾ 3 ദിവസം പിടിക്കും, ചിലപ്പോൾ 4 ദിവസം പിടിക്കും. മഴയൊക്കെ ആണെങ്കിൽ 5 ദിവസമൊക്കെ പിടിക്കും. അപ്പോൾ വെയിലുണ്ടെങ്കിൽ ഒരു 2-3 ദിവസമൊക്കെ പിടിക്കും. ഒരു ദിവസമാണ് ചൂള വെക്കാനുള്ള പണി. ഒരൊറ്റ ദിവസം ഫുള്ളായിട്ട് വേണം. ഇത് അലുമിനിയന്റെ ചീനച്ചട്ടിയാണ്. ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിരുന്നത്. ഈ കാതാണ് വെക്കാറ് ഇതിൽ. ഇത് പിന്നെ മണ്ണിന്റെ, ഇത് മണ്ണിന്റെ.
രണ്ടും മണ്ണും ഒന്ന് തന്നെയാണ്. പണീന്റെ വ്യത്യാസങ്ങൾ, മോഡൽ വ്യത്യാസങ്ങൾ. ഇതാണ് സ്ക്രൂ ഇത് ഹോൾസ് ഇട്ട് വെക്കൂല holes ആദ്യം, ഇട്ട്, പിന്നീട് സ്ക്രൂ ചെയ്ത്. ഇത് വെന്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇതാണ് ഞങ്ങളെ ചൂള. ഇത് ആവിച്ചൂളല്ല, അതായത് നമ്മള് ചകിരിയും വിറകും പിന്നെ വൈക്കോലും ഒക്കെ ഇട്ടിട്ട് ഇതിന്റെ ഉള്ളിൽ തന്നെ ഇട്ടിട്ട് പിന്നെ വേവിക്കുന്നതാണ്. ഇതൊക്കെ വെന്ത് അല്ല പച്ചയാണ്. ഇതിലൊക്കെയാണ് പിടിച്ചട്ടി പിന്നെ മൂടിച്ചട്ടി ഒക്കെ ഉള്ളത്. ഈ ചട്ടികളാണ് ഇപ്പൊ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് പോകുന്നത്, ഇങ്ങനത്തെ ചട്ടികള്. ഇത് പച്ചയാണ് ഈ ചട്ടി. ഒറിജിനൽ മണ്ണിന്റെ കളറാണ്. ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെങ്കല്ലിന്റെ പൊടി കൊണ്ടുവന്നിട്ട് അരിച്ചിട്ട് ഇതാക്കിയിട്ട് ഉണങ്ങിയതിന് ശേഷം ആണോ ഇത് ഉണങ്ങിയതാണോ? ഇത് ഉണങ്ങിയതാ. ഇതൊക്കെ പൊട്ടിയതാണ്, ഈ കാണുന്ന ഒക്കെ പൊട്ടിയതാ. കൊറേ പൊട്ടിപ്പോവും. 100 എണ്ണം ഇട്ടാ ചിലപ്പോ 100 പൊട്ടുന്നുണ്ട്. ഇതൊക്കെ 130 റുപ്യ 140 റുപ്യന്റെ സാധനമാണ് ഈ പൊട്ടിപ്പോയത്. ഇത് അടിയുള്ളതും ഉണ്ട്, അടി ഇല്ലാത്തതും ഉണ്ട്. ഇത് അടിയുള്ളതാണ്, ഇത് അടി ഇല്ലാത്തതാണ്. ഇത് അകത്തൊക്കെ വെക്കുന്നതാ, ഇത് പുറത്ത് വെക്കുന്നതാ. ഉപലോപനം എന്ന് പറയും. ഇത് ചൂള ക്ലിയർ അല്ലെങ്കിൽ ചിലപ്പോ അടിയൊക്കെ വേവാതാവും, അങ്ങനൊക്കെ ഉണ്ട്. ഒരു ചൂളക്ക് ഇതിന് 500 തേങ്ങ ചകിരി വേണം, അത്രയും വിറകും വേണം, പിന്നെ അത്രയും വൈക്കോലും വേണം. 400 എണ്ണം 350 എണ്ണം പോവും. ഒരു ചൂളയില് 1 2 ആയിട്ട് വെക്കാൻ പറ്റില്ല, എങ്ങനെയാലും ഒരു 200-300 എണ്ണം വേണം. അപ്പൊ ഒരാൾ ഒന്ന് പറഞ്ഞാലും 10 ഒരു 100 എണ്ണം പറഞ്ഞാലും അത് പെട്ടെന്നാവില്ല. എങ്ങനെയാലും ഇപ്പൊ മഴ ഇല്ലെങ്കിൽ എങ്ങനെയാലും ഒരു 20 ദിവസം പിടിക്കും. ഇപ്പൊ ചൂളയ്ക്ക് തന്നെ ആവും 3-4 ദിവസം. പിന്നെ ഇത് ഉണ്ടാക്കി ലെവലാക്കി വരുമ്പോൾ എങ്ങനെയാലും 20 ദിവസം പിടിക്കും. വീട്ടിൽ വന്നാൽ നമ്മൾ കൊടുക്കുന്നതാണ്. കാരണം നമുക്കിപ്പോ ലോങ് ഒന്നും നമുക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ തിരൂര് കുറ്റിപ്പുറം, അതായത് പിന്നെ തുവക്കാട്, വൈരങ്കോട്, ആ വൈക്ക് ഇങ്ങനെയൊക്കെ നമുക്ക് തിരൂര് മുതൽ കൊടുക്കാം. ഈ മണ്ണാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഈ മണ്ണ് ഇത് കൊടക്കല്ല് മണ്ണാണ്. പിന്നെ ഇത് ഞാൻ ഒരു കിണർ കളിച്ചിട്ട്, കൊടക്കല്ലെന്ന് കിണർ കളിച്ചിട്ട് അവരെനിക്ക് തന്നതാണ്. ഈ മണ്ണ് ഇവിടെ എത്താൻ 28,000 റുപ്യ ചിലവാണ് എനിക്ക് ഈ മണ്ണ്, ഒരു ലോഡ് മണ്ണിന്. കാരണം അവരിപ്പോ ഈ മണ്ണിന് നല്ല വില കൂടിയിട്ടുണ്ട്. കാരണം എല്ലാവർക്കും ഇതിന്റെ റിങ്ങിന്റെ പണി തുടങ്ങിയപ്പോൾ ഈ ചട്ടി ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് മണ്ണിന് വില കൂടിയിട്ടുണ്ട്. അതെന്താ ആ മണ്ണിന്റെ പ്രത്യേകത? ആ മണ്ണ് കളിമണ്ണാണ്, ഒറിജിനൽ കളിമണ്ണാണ്. പിന്നെ ഇവിടെ പിന്നെ ഇതില് കെമിക്കൽ ചേർക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇത് നടക്കൂല. കാരണം ഇത് ചൂളയിൽ വെക്കുന്ന സാധനം. ഇത് രാജസ്ഥാനല്ല, രാജസ്ഥാനിലാണ് ആ പരിപാടി ഉള്ളത്. ഇവിടെ ആ പരിപാടി ഇല്ല. ഇവിടെ നമ്മൾ മണ്ണ് കൊണ്ടുവന്നിട്ട് മെഷീൻ ഉണ്ട്, ആ മെഷീനിൽ ഇത് പരച്ചിട്ട മണ്ണാണ്. ഇത് അരച്ചിട്ട മണ്ണാണ്. ഇത് മെഷീൻ ഇതാ ഇതിങ്ങനെ അരച്ചിട്ട് ഇനി അവിടെ പോയിട്ട് ഇത് ഒന്നും കൂടി കൊണ്ടുപോയി മിക്സ് ആക്കിയിട്ട് എന്നിട്ട് വേണം ഇത് ചട്ടി ഉണ്ടാക്കാൻ. ഗ്യാസിൽ വെക്കുന്ന കാരണത്താൽ നമ്മൾ അത് അത്ര ഇതിൽ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഗ്യാസിൽ വെച്ചാൽ പൊട്ടിപ്പോ. കൊറിയറിന്റെ കാര്യം ഇതാണ്, എനിക്ക് അതിനെ പറ്റി അറിയില്ല. അപ്പം ഞാൻ അതിന് ശ്രമിക്കുന്നില്ല. അതിന്റെ ആവശ്യക്കാരുണ്ടെങ്കിൽ അവരെങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തു കൊടുക്കുന്നതാണ്. കൊറിയർ ഒരാൾ ഒരു കലം വേണോ, ഒരു കിലോ ചോറ് വെക്കുന്ന ഒരു കലം വേണോ, ഇത് ഇവിടേക്കാണ് വേണ്ടത്, കോട്ടയത്തേക്കാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ കാർബോർഡിന് പൈസ കൊടുക്കണം. ഇത് പാക്കിങ്ങിന് വൈക്കോല് വേണം, ഇത് ഒട്ടിക്കണം, എന്നിട്ട് അതിന്റെ പേര് എഴുതി അത് അവിടെ കൊണ്ടുപോയി കൊടുക്കണം. അപ്പോൾ അത് നടക്കുന്ന കേസല്ല. ആ ഒരു എക്സ്പെൻസ് വയ്ക്കാൻ തയ്യാറുള്ള ആൾക്കാർ അങ്ങനെയാണെങ്കിൽ നമുക്ക് കൊടുക്കാം. ചെറിയ അടുപ്പ് അല്ലേ? പിന്നെ പഴയ കാലത്തെ കിണ്ടിയാണ്, അത് ഫിനിഷിംഗ് ഇല്ല, അത് അർജന്റ് ആക്കി ഉണ്ടാക്കിയപ്പോ അങ്ങനെ ആയത്. ഫിനിഷിങ്ങിലാണ് ഉണ്ടാക്കാറ്. ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇതിന്റെ പണി അറിയില്ല, അതാണ് മെയിൻ വിഷയം വന്നത്. നമ്മളെ കാലം കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ ആരും ഇത് പണിയെടുക്കാൻ ആളില്ല, ആരും പഠിച്ചിട്ടൊന്നുമില്ല. ഇതാണ് നമ്മള് അലുമണി കൊടുക്ക. എന്നുവെച്ചത് നമ്മൾ പണിയെടുത്ത് കഴിഞ്ഞാൽ ഏകദേശം അലുമണി കൊടുക്കേണ്ട ഷേപ്പായി. ഇതും കറി ഉണ്ടാക്കുന്ന പാത്രം, ഇതിനും നമ്മളിങ്ങനെ പിഴി വെച്ചെടുക്കും. ഇത് അടപ്പാണ്, പക്ഷെ ഇതിപ്പോ ഉണങ്ങിയിട്ട് ഇതിന്റെ അടി നേരാക്കിയിട്ട് വേണം ഇത് വെക്കാന്. പക്ഷെ ഇതിന്റെ അടപ്പ് ഇതിന് പാകമായിരിക്കും അല്ലേ? ഞാൻ അളവെടുത്തിട്ടല്ല ഉണ്ടാക്കിയിരിക്കുന്നത്, എനിക്കറിയാത്. അപ്പൊ കണ്ടില്ലേ, ഇതാണ് കുട്ടൻ ചേട്ടന്റെ ചട്ടീന്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ കുറെ ആളുകൾ കമന്റിൽ പറഞ്ഞതുപോലുള്ള കൃത്രിമമായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല, കെമിക്കലും കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. നമുക്ക് ലൈവ് ആയിട്ട് തന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. ആവശ്യക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ വീഡിയോയിൽ നമ്പർ കൊടുക്കുന്നുണ്ട്, ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അടുത്തുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ പറ്റുന്നുണ്ടെങ്കിൽ നേരിട്ടിട്ട് വന്ന് ഓർഡർ ആക്കിയാൽ വളരെ നന്നായിരിക്കും.